എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് മാത്സിൽ വരാൻ സാധ്യതയുള്ള ചോദിച്ചിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മൾ പല കുട്ടികൾക്കും അന്വേഷിച്ച പ്രകാരം ഏതൊക്കെ മോഡൽ ഏതൊക്കെ ടൈപ്പാണ് വന്നത് എന്നൊരു ഐഡിയ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നോക്കിയടാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടൈം കളയണ്ട. എ സം ഓഫ് മണി അമൗണ്ട്സ് ടു 14,000 in 2 years at 20% സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം. ഫൈൻഡ് ദ സം. ബേസിക് ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എ സം ഓഫ് മണി. സം എന്ന് വെച്ചാൽ എന്താ? പ്രിൻസിപ്പിൾ അല്ലേ? മണി എമൗണ്ട്സ് ടു എന്ന് വെച്ചാൽ എന്താ? പ്രിൻസിപ്പിൾ 2 വർഷം കഴിഞ്ഞ് അതായത് 20% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ 2 വർഷം കഴിഞ്ഞ് എന്തായി? ഒരു എമൗണ്ട് ആയി. എമൗണ്ട് എന്ന് വെച്ചാൽ എന്താ? പ്രിൻസിപ്പിളും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റൂടെ ചേരുന്നതാണ്. ഇതിന്റെ സമ്മാണ് എന്ത്? നമ്മുടെ എമൗണ്ട്. എത്രയാ എമൗണ്ട്? 14,000. എത്ര വർഷം? 2 വർഷം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 20%. എമൗണ്ട് എത്രയാ? 14,000. ടൈം എത്രയാ? നമ്മുടെ 2 വർഷം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 20%. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സമ്മ്. പ്രിൻസിപ്പിളാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? എളുപ്പമല്ലേ? ഞാൻ ലെറ്റ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സമ്മ് ഞാൻ എന്തായിട്ട് എടുത്തു? 100% ആക്കി എടുത്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുക, 2 വർഷം കഴിയുമ്പോൾ നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താവും? നോക്കി, ഒരു വർഷം 20% അല്ലേ? 20% സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം അല്ലേ പറഞ്ഞിരിക്കുന്നത്? ഒരു വർഷം 20% വെച്ചാണ്. അപ്പോൾ 2 വർഷം എന്താവും? 2 വർഷം 40% ആവും. ഇത് ഇൻട്രസ്റ്റ് ആണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് 2 വർഷത്തെ. പക്ഷേ എമൗണ്ട് എന്ന് വെച്ചാൽ എന്താ? പ്രിൻസിപ്പിൾ പ്ലസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. പ്രിൻസിപ്പിൾ നമുക്ക് എന്തുണ്ട്? നോക്കിയിടാ, 100% നമ്മളുടെ പ്രിൻസിപ്പിൾ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാ? 40%. അങ്ങനെയാണെങ്കിൽ എമൗണ്ടിന്റെ പെർസെൻറ്റേജ് എത്രയാ? 140%. അതിന്റെ വാല്യൂ അല്ലേ നമുക്ക് കൊടുത്തിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് 100% അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അതായത് 14,000 എന്ന് പറയുന്നത് 140% എങ്കിൽ 100% എത്രയാ? ഇതല്ലേ കണ്ടുപിടിക്കേണ്ടത്? എങ്ങനെ കണ്ടുപിടിക്കാം? 140 ദൂരം വെട്ടിയാൽ എന്ത് കിട്ടും നമുക്ക്? 100. അപ്പൊ എന്താ നമ്മുടെ ആൻസർ? 100 × 100, അതായത് 10,000. ഇതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷനിലുണ്ടോ? ഓപ്ഷനിലുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യനാ, ഒരുപാട് കാര്യം ആലോചിക്കാനില്ല, സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ചേഞ്ച് ചെയ്യുക. ഇത് റേഷ്യോ മെത്തേഡിലും ചെയ്യാം, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ എളുപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ മെത്തേഡിൽ ചെയ്യുക. നോക്കി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഫൈൻഡ് ദ വാല്യൂ ഓഫ്. ഓൾജിബ്രയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് a ക്യൂബ് പ്ലസ് b ക്യൂബ് പ്ലസ് c ക്യൂബ് മൈനസ് 3abc വേർ a ഈക്വൽ ടു b ഈക്വൽ ടു c ഈക്വൽ ടു. എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കുക? a ക്യൂബ് പ്ലസ് b ക്യൂബ് പ്ലസ് c ക്യൂബ് മൈനസ് 3abc. ക്ലിയർ ആണോ? ഓൾജിബ്രയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമുക്കപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ ഡീകോഡ് ചെയ്യാൻ എയും ബിയും സിയും ഉണ്ട്. ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് കിട്ടും. നോക്കി ഇതിന്റെ റിസൾട്ട് എന്താ? a ക്യൂബ് പ്ലസ് b ക്യൂബ് പ്ലസ് c ക്യൂബ് മൈനസ് 3abc. എന്ത് റിസൾട്ടേക്ക് എത്തും? a പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു 1/2 അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് b മൈനസ് സി ദ ഹോൾ സ്ക്വയർ പ്ലസ് c മൈനസ് a ദ ഹോൾ സ്ക്വയർ. ഈ റിസൾട്ടിലേക്ക് എത്തും. നമുക്കിവിടെ a പ്ലസ് ബി പ്ലസ് സി എടുക്കാൻ പറ്റുമോ? പറ്റും. അല്ലെങ്കിൽ a മൈനസ് ബി എടുക്കാൻ പറ്റുമോ? പറ്റും. b മൈനസ് സി എടുക്കാൻ പറ്റുമോ? പറ്റും. c മൈനസ് സി എടുക്കാൻ പറ്റുമോ? പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇതിലും ഇട്ട് കൊടുക്കാം. പക്ഷേ നമുക്ക് 456 ക്യൂബ് എടുക്കണം, 457 ക്യൂബ് എടുക്കണം. അത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫോർമുല ചൂസ് ചെയ്തത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് എന്ത് വേണം? ഇതിന്റെ സമ്മ് വേണം. സം ടോട്ടൽ വേണം. എന്തിന്റെ? 400 പ്ലസ് ബി പ്ലസ് സി. എന്തായത്? 456 പ്ലസ് 457 പ്ലസ് 458. ഇതെന്ത് കിട്ടും? 1371 സം വരുന്നത്. 1371. അതല്ല എങ്കിൽ നോക്കിയേ 456, 457, 458 സീരീസ് ആയിട്ട് പോകുന്ന 3 നമ്പേഴ്സ് അല്ലേ? അപ്പോൾ അതിന്റെ ആവറേജ് എന്താ? നടുക്ക് കിടക്കുന്ന നമ്പർ അല്ലേ? ആവറേജ് എന്ത് കിട്ടും? 457 കിട്ടും. ആവറേജ് 457 കിട്ടി.
അങ്ങനെയാണെങ്കിൽ സമ്മിലേക്ക് എങ്ങനെ പോകാം? ആവറേജ് നമുക്കറിയാം. അപ്പോൾ സമ്മിലേക്ക് എങ്ങനെ പോകാം? എന്താണോ ആവറേജ് അതിനെ ഇൻറ്റു എന്ത് ചെയ്യണം? എത്ര നമ്പേഴ്സ് ഉണ്ടോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ സം എന്ത് കിട്ടും? 457 ഇൻറ്റു 3. ഇതാണ് സം. ഇങ്ങനെയും നിങ്ങൾക്ക് സം കാണാം. ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഏതാണോ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളത് അത് ചെയ്യുക. നോക്കി എ പ്ലസ് ബി പ്ലസ് സി 7 ഇൻറ്റു 3 ഇൻറ്റു 1/2 ഇൻറ്റു എ മൈനസ് ബി എന്താ? എ മൈനസ് ബി 456 മൈനസ് 457. ക്ലിയർ ആണോ? 456 മൈനസ് 457. അപ്പോൾ എന്ത് കിട്ടും? -1 ദ ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത് നോക്കി ബി മൈനസ് സി 457 മൈനസ് 458. അപ്പോൾ എന്ത് കിട്ടും? പിന്നെയും -1 ദ ഹോൾ സ്ക്വയർ. പിന്നെന്താ? സി മൈനസ് എ. സി എന്താ? 458 മൈനസ് എ 456. 2 അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? 2 സ്ക്വയർ. കഴിഞ്ഞോ? ഇല്ല. നോക്കി എന്ത് കിട്ടും നമുക്കിത്? 457 ഇൻറ്റു 3 ഇൻറ്റു 1/2 ഇൻറ്റു -1 ദ ഹോൾ സ്ക്വയർ 1 -1 ദ ഹോൾ സ്ക്വയർ 1 2 ദ ഹോൾ സ്ക്വയർ 4. അപ്പോൾ എന്ത് കിട്ടും? 4 + 1 + 1 4 + 1 5 5 + 1 6 അപ്പോൾ എന്താണ് കിട്ടുന്നത് ഇവിടെ? 457 ഇൻറ്റു 3 ഇൻറ്റു 1/2 ഇൻറ്റു 6. ഇതും ക്യാൻസൽ ചെയ്യാലോ. അപ്പോൾ എന്ത് കിട്ടും? 3. അപ്പോൾ എന്താണ് ഇവിടെ നോക്കുന്നത്? നോക്കി ഇങ്ങനെ ഒരു വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെ ഓപ്ഷനിൽ നിന്ന് ആൻസറിലേക്ക് എത്താം? നോക്കി യൂണിറ്റ് ഡിജിറ്റ്സ് നോക്കി 3യും 3യും ഉണ്ട്. നോക്കി എന്ത് കിട്ടും? നോക്കി 457 ഇൻറ്റു 3 ഇൻറ്റു 3. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 3 തന്നെ കിട്ടും. 2 ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. 4113 4563. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലാതെ വേറെ വഴിയില്ല. 457 ഇൻറ്റു 3 ഇൻറ്റു 3. അപ്പോൾ എന്ത് കിട്ടും? 457 ഇൻറ്റു 9 അല്ലേ? 7 ഇൻറ്റു 9 അല്ലേ? 9 അല്ലേ? നോക്കി ആൻസർ കിട്ടി. 457 ഇൻറ്റു 9 457 ഇൻറ്റു 10 എത്രയാ? 457070. നോക്കി ഇതിൽ നിന്ന് ഈ ഒരു വാല്യൂയിൽ നിന്ന് 9 മാത്രമേ കുറവുള്ളൂ. ക്ലിയർ ആണോ? 457 ഇൻറ്റു 10 4570. അതിൽ നിന്ന് ഈ ഓപ്ഷൻ നോക്കി 9 മാത്രമേ കുറവുള്ളൂ. അപ്പോൾ ഈ ഓപ്ഷൻ ആയിരിക്കുമോ? അല്ല. എന്താ? 4570 നിന്ന് 457 കുറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതല്ലല്ലോ ആൻസർ. ഇത് ഓൾറെഡി അല്ല. അപ്പോൾ എന്താ നമ്മുടെ ആൻസർ? 4113. ഇങ്ങനെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പഠിക്കുക. ഒരുപാട് സമയം കളയരുത്. ഒരുപാട് സമയം കളയാനും ഇല്ല. പേപ്പർ കാൽക്കുലേറ്റീവ് ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് കാൽക്കുലേഷൻ വഴി പെട്ടെന്ന് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഓപ്ഷൻ എലിമിനേഷനും കൂടെ ചെക്ക് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ടൈമിലാണ് ഇത് കൂടുതൽ കണ്ടു തുടങ്ങിയത്. കഴിഞ്ഞ എക്സാമിനൊന്നും ഇത്രയും കൂടുതൽ രീതിയിൽ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഒരു എക്സാമിന് ഒരുപാട് കാണുന്നുണ്ട്. നോക്കി ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം നമുക്ക്. പിന്നെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് വെച്ചാൽ എന്താ? ഒരു സർക്കിളിനകത്ത് ക്വാഡ്രിലാറ്ററൽ വരുന്നതാണ് എന്ത്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. പിന്നെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ABCD പേരും കൊടുത്തിട്ടുണ്ട്. where O is the center of the circle. O ആണ്. where O is the center of the circle. Angle ABO equal to 18 degree 18 degree. Angle OBC equal to 72 degree. And angle OCD is equal to 30 degree. Then find angle ADO. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ADO. നോക്കി ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആദ്യം അങ്ങ് വരയ്ക്കാം. നോക്കി ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എങ്ങനെ വരയ്ക്കും? നോക്കി ഇതാണ് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഞാൻ അതിന് പേര് കൊടുക്കാൻ പോവുക ABCD. ഓൾറെഡി നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേര് നമുക്ക് തന്നിട്ടുണ്ട്. where O is the center of the circle. O ആണ് സർക്കിളിൻ്റെ സെൻറ്റർ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ആംഗിൾ ABO. നോക്കിയേ ABO. അതായത് ഈ ആംഗിളിൻ്റെ മെഷർ തന്നിട്ടുണ്ട്. എത്രയാ മെഷർ? 18 ഡിഗ്രി. ഇനി അടുത്ത് നോക്കി ആംഗിൾ OBC. അതായത് ഈ ആംഗിൾ അല്ലേ? ഈ ആംഗിളിൻ്റെ മെഷർ തന്നിട്ടുണ്ട് 72 ഡിഗ്രി. നോക്കി ആംഗിൾ OCD 30 ഡിഗ്രി. OCD കണ്ടുപിടിച്ചേ. OCD എത്ര തന്നിട്ടുള്ളത്? 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ആംഗിൾ ADO. എന്താ കണ്ടുപിടിക്കണം നമുക്ക്? ADO. അതായത് ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ എല്ലാം ആയിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനിൽ പറഞ്ഞ രീതിയിലുള്ള എല്ലാ മെഷർമെൻറ്റും എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഫിഗറിൽ ഇൻക്ലൂഡ് ചെയ്തു. ഇനി നമുക്ക് ADO കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കൂടെ? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഇവിടെ നോക്കിയേ ആംഗിൾ ഡി, കംപ്ലീറ്റ് ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി എന്താ? 180 ഡിഗ്രി അല്ലേ? ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി അല്ലേ? ആണല്ലോ. പക്ഷെ നമുക്ക് ആംഗിൾ ബിയുടെ മെഷർ അറിയാം. 18 ഡിഗ്രി പ്ലസ് 72 ഡിഗ്രി എന്ത് കിട്ടും? 90 ഡിഗ്രി അല്ലേ? ആംഗിൾ ബി എന്ന് പറയുന്നത് 90 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഡി എന്താവും? 90 ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി. ദെയർഫോർ ആംഗിൾ ഡി എന്താ നമുക്ക് കിട്ടുന്നത്? 180 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി. ആംഗിൾ ഡിയുടെ മെഷർ കണ്ടുപിടിച്ചു 90 ഡിഗ്രി. എന്തുകൊണ്ടാണ് നമ്മൾ ആംഗിൾ ഡിയുടെ മെഷർ കണ്ടുപിടിച്ചത്? ആംഗിൾ ഡിയുടെ ഒരു ഭാഗമാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആംഗിൾ ഡി എന്താണെന്ന് കണ്ടുപിടിച്ചാലേ പറ്റൂ. കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി സിമ്പിളാ, കഴിഞ്ഞു. ഇത്ര കണ്ടുപിടിച്ച ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നോക്കിയേ, ഇൻ ട്രയാങ്കിൾ ഈ ഒരു ട്രയാങ്കിൾ നോക്കിയേ, DOC ഇൻ ട്രയാങ്കിൾ DOC നോക്കിയിടേ DOയും OCയും ഈക്വൽ അല്ലേ? എന്തുകൊണ്ട് ഈക്വലായി? DO ഈക്വൽ OC ഈക്വലായി. എന്തുകൊണ്ട്? റേഡിയസ്, സർക്കിളിൻ്റെ റേഡിയസ് അല്ലേ ഇത് രണ്ടും? O എന്ന സെന്ററിൽ നിന്ന് സർക്കിളിന്റെ സർക്കംഫറൻസിലേക്ക് പോകുന്ന രണ്ട് വരകളല്ലേ OCയും ODയും? അപ്പോൾ അത് റേഡിയസ് അല്ലേ? അപ്പോൾ ഈ ഒരു രണ്ട് സൈഡ് ഈക്വൽ ആയില്ലേ? രണ്ട് സൈഡ് ഈക്വൽ ആയാൽ എന്താ? രണ്ട് ആംഗിളും കറസ്പോണ്ടിങ് ആംഗിളും ഈക്വൽ ആവും. ഇത് 30 ഡിഗ്രി ആണെങ്കിൽ അപ്പോൾ ഇതെന്ത് വരും? 30 ഡിഗ്രി. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അപ്പോൾ ഇതെന്താ? ആംഗിൾ ODC ഈക്വൽ ടു ആംഗിൾ OCD ഈക്വൽ ടു 30 ഡിഗ്രി. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ADB അല്ലേ? അപ്പോൾ ആംഗിൾ ADB എന്ന് പറയുന്നത് എന്താണ്? നോക്കിയേ ആംഗിൾ ഡി, കംപ്ലീറ്റ് ആയിട്ടുള്ള ആംഗിൾ ഡി മൈനസ് ആംഗിൾ ODC. അപ്പം നമുക്ക് എന്താ ആൻസർ കിട്ടും? ആംഗിൾ ഡി എന്താ നമ്മൾ കണ്ടുപിടിച്ചു? 90 ഡിഗ്രി. ആംഗിൾ ODC എന്താ? 30 ഡിഗ്രി. അപ്പം നമ്മുടെ ആൻസർ എന്താ കിട്ടേണ്ടത്? എന്താ? 90 മൈനസ് ആണ്. 90 മൈനസ് 30 ഡിഗ്രി 60 ഡിഗ്രി. ആൻസർ കിട്ടി 60 ഡിഗ്രി. ഓപ്ഷനിലുണ്ടോ? ഓപ്ഷനിലുണ്ട്. നല്ല ക്വസ്റ്റ്യൻ ആണ്, വേറെ ഒന്നും ആലോചിക്കേണ്ട. ഇത് നിങ്ങൾ ഭൂരിഭാഗം പേരും മറന്നു പോകുന്ന ഒരു കേസാണ് ഈ റേഡിയസിൻ്റെ കാര്യം. നമ്മൾ ശ്രദ്ധിക്കില്ല, ആ ഒരു ടെൻഷനിൽ നമ്മൾ ആലോചിക്കില്ല. അപ്പോൾ അത് നിങ്ങൾ മറക്കാതെ ഇരിക്കുക. റേഡിയസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ആ ഒരു ടെൻഷനിൽ മറന്നു പോകരുത്. അത് മറന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആൻസറിലേക്ക് പെട്ടെന്ന് എത്താം. ഓക്കെ, കഴിഞ്ഞല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം നോക്കിയേ. The mean of a data, starting എന്നാണ് ക്വസ്റ്റ്യൻ. The mean of a data is 76. Mean 76 ആണ്. And its median is 100. Mean 76 ആണ്, median 100 ആണ്. ഏത് ഒരു ഡേറ്റയുടെ? The mode using empirical relation of the data. എന്ത് കണ്ടുപിടിക്കുക? മോഡ് കണ്ടുപിടിക്കുക. സിമ്പിളായിട്ട് മോഡ് കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ടാസ്ക്. എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ഡയറക്റ്റ് ഇക്വേഷൻ ഇവിടെയുണ്ട്, അതുവഴി കണ്ടുപിടിക്കാം. നോക്കിയേ, എന്താ ഇക്വേഷൻ? മോഡ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ഫോർമുല വെച്ച് നമുക്കിത് കണ്ടുപിടിക്കാം. ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. നോക്കിയേ, ഇവിടെ എന്താ മോഡ് തന്നെയല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ഈക്വൽ ടു എന്താ? 3 ഇൻറ്റു മീഡിയൻ എന്താ ഇവിടെ? 100 അല്ലേ? 3 ഇൻറ്റു 100 മൈനസ് 2 മീൻ എന്താ? 76 അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 76. അപ്പോൾ എന്ത് കിട്ടും ഇവിടെ? 300 മൈനസ് 76 ഇൻറ്റു 2 എന്താ? 76 ഇൻറ്റു 2 152. 152. 300 മൈനസ് 152. അപ്പോൾ എന്താണ് ആൻസർ? എന്തായാലും 8 വരെ യൂണിറ്റ് ഡിജിറ്റ് വരുന്ന ഒരു ഓപ്ഷനിലേ ഉള്ളൂ. 148. ആൻസർ 148. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഈ ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ഈ ഇക്വേഷൻ മറന്നു പോകരുത് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻ ഈ ഒരു മോഡൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ആരും മറന്നു പോകരുത്. മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. ഇത്രയേ ഉള്ളൂ. ഡയറക്റ്റ് ഇക്വേഷൻ ആണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഒരു കാര്യം നിങ്ങളടുത്ത് പറയാനുണ്ട്.
നമ്മുടെ ആർ ആർ ബി കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സാംസിന് വേണ്ടി എന്ന് വെച്ചാൽ ആർ ആർ ബി നടത്തുന്ന എല്ലാ എക്സാംസിന് വേണ്ടിയുള്ള ടയർ 1 എക്സാമിന് നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു പ്രീമിയം ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രീമിയം ബാച്ച് എന്ന് വെച്ചാൽ ഈ ആർ ആർ ബി റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന ടയർ 1 CBT 1 എക്സാം എല്ലാ എക്സാമുകൾക്കും വേണ്ടി ഒരു കോഴ്സ് നമ്മൾ അല്ലെങ്കിൽ ഒരു ബാച്ചായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വരുന്ന ആദ്യത്തെ കുറച്ച് കുട്ടികൾക്ക് നമ്മളൊരു ഓഫറും കൂടെ കൊടുത്താണ് അവരെ അക്കോമഡേറ്റ് ചെയ്യുന്നത്. 5500 രൂപയുടെ കോഴ്സ് അവർക്ക് 4500 രൂപയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ നല്ല കോഴ്സാണ്. ഒരുപാട് ഫാക്കൽറ്റീസ് ഇതിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. എക്സാം അനലൈസ് ചെയ്താണ് ഓരോ ക്ലാസ്സുകളും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് എടുക്കാൻ ശ്രമിക്കുക. ഇതാണ് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ. ആവശ്യമുള്ളവർ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലെ ഒരു ക്വസ്റ്റ്യൻ. ഇഫ് A:B = 3:4 ഒരു റേഷ്യോ തന്നിട്ടുണ്ട് ആൻഡ് B:C = 4:7 then A+B+C/C = ബേസിക് ക്വസ്റ്റ്യനാണ്. ഒരുപാട് തലപോയിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ത് ചെയ്യുക, ആദ്യം A:B:C എന്താണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ഡയറക്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് കിട്ടേണ്ടതിലേക്ക് അപ്ലൈ ചെയ്യുക. നോക്കി, A:B:C എന്താടാ നോക്കി, A:B 3:4. ഇനി B:C എന്താ 4:7. ഇങ്ങനെ ഒന്നും എഴുതാൻ നിൽക്കരുത്. എന്താ ബിയുടെയും വാല്യൂ 4 തന്നെ. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് നിങ്ങൾ A:B:C എഴുതിയേക്കണം. അതായത് 3:4:7 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാനൊന്നും നിൽക്കരുത്. മിഡിൽ റേഷ്യോ എന്താ സെയിമാ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് എഴുതുക. അപ്പോൾ വാല്യൂ ആയില്ലേ, ഇനി നമുക്ക് ഇട്ട് കൊടുത്താൽ പോരെ. എന്താ ഇട്ട് കൊടുക്കണ്ടേ, A+B+C. A എന്താ 4, A എന്താ 3, B 4, C 7. അതായത് 3+4+7 ഡിവൈഡഡ് ബൈ C. C എന്താ 7, 7+3 10, 10+4 14, 14/7 എന്താ 2. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഇതിൽ കൂടുതൽ സമയമൊന്നും കൊടുക്കരുത്. ഡയറക്റ്റ് വാല്യൂ കാണുക, മനസ്സിൽ തന്നെ കാണുക, നേരെ അപ്ലൈ ചെയ്യുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ടൈം സേവ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ടൈം സേവ് ചെയ്യുമ്പോൾ എന്താ, കുറച്ച് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഈ ഒരു ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ 100 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഒന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു വട്ടവും കൂടി എല്ലാത്തിലൂടെ പോകാനുള്ള ടൈം നമുക്ക് കിട്ടും. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ അറിയാം, ബേസിക് ആണ്, പെട്ടെന്ന് ചെയ്തു പോവുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ, ടൈം സ്പീഡ് ഡിസ്റ്റൻസിലെ ഒരു ക്വസ്റ്റ്യൻ. നോക്കി നല്ല ക്വസ്റ്റ്യൻ ആണേ. ലാംഗ്വേജ് വലുതാണെങ്കിലും കാര്യം ചെറുതാ, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. നോക്കിയേ, സീഷൻ ട്രാവൽസ് 364 കിലോമീറ്റർ അറ്റ് 91 km/h. സീഷൻ ട്രാവൽ ചെയ്യുക, എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തു, 364 കിലോമീറ്റർ, 91 km/h സ്പീഡിൽ. ഓക്കെ, അടുത്ത് നോക്കിയേ, ദ നെക്സ്റ്റ് 441 കിലോമീറ്റർ അറ്റ് 63 km/h. തീരുന്നുണ്ടോ? ഈ 364 കിലോമീറ്റർ യാത്ര തീർന്നോ? ഇല്ല, സീഷൻ പിന്നെ യാത്ര ചെയ്യുക. എന്ത്, 441 കിലോമീറ്റർ 63 km/h സ്പീഡിൽ. ദെൻ നെക്സ്റ്റ്, അവിടെയും തീരുന്നില്ല, അടുത്ത കിലോമീറ്റർ ഡിസ്റ്റൻസ് കൂടെ കവർ ചെയ്യണം. 648 കിലോമീറ്റർ അറ്റ് 81 km/h സ്പീഡിൽ. വാട്ട് ഈസ് ദി ആവറേജ് സ്പീഡ്? ഇതാണ് നമുക്ക് വേണ്ടത്. ഇതെന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. വാട്ട് ഈസ് ഹിസ് ആവറേജ് സ്പീഡ്? അയാളുടെ ആവറേജ് സ്പീഡ് എന്താ ഇൻ km/h ഫോർ ദി ഹോൾ ജേർണി. ഓക്കെ, 2 ഡെസിമൽ പ്ലേസ് വരെ റൗണ്ട് ചെയ്ത് എഴുതിയാൽ മതി എന്നാണ് നമുക്ക് അവസാനം പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ചെയ്യാടേ? ആദ്യം ആവറേജ് സ്പീഡ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം, നമുക്ക് അറിയണം. ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താ? ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താ? ആവറേജ് സ്പീഡ് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഇതാണ് എന്ത്, ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ. ഇത് എല്ലാവർക്കും അറിയാലോ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ടോട്ടൽ ഡിസ്റ്റൻസ് എങ്ങനെ കാണാം? നോക്കി, 364, 441, 648. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്തൊക്കെ വരും? 364 പ്ലസ് 441 പ്ലസ് 648. ഇനി ഒരു ഡിവിഷൻ ഉണ്ട്, എന്താ? ടോട്ടൽ ടൈം എന്താ? ടൈം എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ടൈമിൻ്റെ ഇക്വേഷൻ എന്താണ്? എന്താ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ? നമുക്ക് ഓരോ ഡിസ്റ്റൻസും സ്പീഡും 3 എണ്ണം തന്നിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് ഓരോത്തിന്നും നമുക്ക് എന്ത് ചെയ്യണം?
ടൈം കണ്ടുപിടിച്ചേ പറ്റൂ. നോക്കിയേ 364 91 ആദ്യത്തത് ഡിസ്റ്റൻസ് എത്ര? 364 ഡിവൈഡഡ് ബൈ 91. എന്ത് കിട്ടുവിടെ ടൈം? ഇവിടെ എന്ത് ചെയ്യുക? 91 സംതിങ് ആയിരിക്കില്ലേ 364? 91 അവസാനം യൂണിറ്റ് ഡിജിറ്റ് 1 അല്ലേ? 1 ഇൻറ്റു എത്ര ചെയ്താൽ 4 യൂണിറ്റ് ഡിജിറ്റ് ഉള്ള 364 എത്താം? ഇൻറ്റു 4 അല്ലേ? അപ്പോൾ 91 ഇൻറ്റു 4 ചെയ്ത് നോക്കുക. 367 കിട്ടിയാൽ നമ്മുടെ പണി എളുപ്പമായില്ലേ? അപ്പോൾ 91 ഇൻറ്റു 4 എന്ത്? 364. ക്ലിയർ ആണോ? അല്ലെങ്കിൽ എന്താ 90 ഇൻറ്റു 4 എന്താ? 360 പ്ലസ് 1 ഇൻറ്റു 4 ചെയ്താൽ പോരെ? 364 തന്നെ അല്ലേ? അപ്പോൾ 90 ഇൻറ്റു 91 ഇൻറ്റു 4 364. അപ്പോൾ എന്ത് കിട്ടി? ഫസ്റ്റ് 4 hours. സെക്കൻഡ് നോക്കി, ഡിസ്റ്റൻസ് ബൈ ടൈം 441 ഡിവൈഡഡ് ബൈ 63. 441 ഡിവൈഡഡ് ബൈ 63. ഇതും സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യുക. 63 ഇൻറ്റു സംതിങ് ആണ് 441 ആണല്ലോ. അപ്പം 3നെ എന്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യൂണിറ്റ് ഡിജിറ്റ് 1 കിട്ടുമെന്ന് നോക്കുക. അപ്പം പണി എളുപ്പമായില്ലേ? 63 ഇൻറ്റു 7 21. യൂണിറ്റ് ഡിജിറ്റ് 1 അല്ലേ? അപ്പോൾ 63 ഇൻറ്റു 7 നോക്കുക. സിമ്പിളാണ്. അപ്പോൾ എത്രയാണ് നമ്മുടെ ടൈം? 7 hours. ഇനി മൂന്നാമത്തത് തീർന്നില്ല, ഇനി ഒന്നുകൂടെ ഉണ്ട്. എന്താ 648 കിലോമീറ്റർ 81 കിലോമീറ്റർ പെർ അവറിൽ. 648 ഡിവൈഡഡ് ബൈ 81. ഇതും സെയിം തന്നെ. 1 ഇൻറ്റു 8 ആയിരിക്കുമല്ലോ. 8 യൂണിറ്റ് ഡിജിറ്റ് വരണമെങ്കിൽ 81 ഇൻറ്റു എന്ത് നോക്കുക? 8 നോക്കുക. 80 ഇൻറ്റു 8 എത്രയാ? 640 അല്ലേ? പ്ലസ് 8 ഇൻറ്റു 1 ചെയ്താൽ പോരെ? 80 ഇൻറ്റു 8 640 പ്ലസ് 1 ഇൻറ്റു 8 എത്ര? 8. 640 പ്ലസ് 8 648. അപ്പോൾ എന്താ 81 ഇൻറ്റു 8 ആണ് നമ്മുടെ കിട്ടേണ്ടത്. അപ്പോൾ 8 hours. ഇപ്പോൾ ടൈം ടോട്ടൽ എത്രയാ? 7 hours പ്ലസ് 4 hours പ്ലസ് 8 hours. എത്ര കിട്ടി? 7 പ്ലസ് 4 11. 11 പ്ലസ് 8 19 മണിക്കൂറാണ് നമ്മുടെ ടോട്ടൽ ടൈം. അത് കഴിഞ്ഞില്ലേ? അപ്പോൾ എന്താ ടോട്ടൽ ടൈം? 19. അപ്പം നമുക്ക് ആൻസർ എന്താ? 364 പ്ലസ് 441 പ്ലസ് 648. എത്ര കിട്ടും ആഡ് ചെയ്യുമ്പോൾ? 1453 ഡിവൈഡഡ് ബൈ 19 വരും. ഡെസിമൽ ഉണ്ട്. എല്ലാം അടുത്തടുത്തുള്ള വാല്യൂസ് ആണ്. അതുകൊണ്ട് നമുക്ക് അപ്രോക്സിമേഷൻ ഒന്നും പറ്റില്ല. ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യുക. 19 145 ഏകദേശം 7 ആണ് ആദ്യം വരുന്നത്. പിന്നെ എന്ത് കിട്ടും? ബാലൻസ് അടുത്തത് 19 ഇൻറ്റു 6. 6 ഓപ്ഷനിലുണ്ടോ? 6. അതെ, 6 ഒറ്റൊരെണ്ണേ ഉള്ളൂ. 6 ബാക്കിയെല്ലാം ഡിഫറെൻറ്റാണ്. അപ്പോൾ ഇതല്ല നമ്മുടെ ആൻസർ എന്താ? 76.47. എല്ലാം ചെയ്തെടുക്കാൻ നിൽക്കരുത് കേട്ടോ. പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിക്കണം. എല്ലാം ചെയ്ത് ഓക്കെ ആക്കാൻ നിൽക്കരുത്. ഓപ്ഷനിലേക്ക് നോക്കുക. നമുക്ക് കിട്ടേണ്ടത് വരെ കിട്ടിയാൽ മതി. അപ്പോഴത്തേക്ക് ഓപ്ഷൻ കറക്റ്റ് ചെയ്തിട്ട് പോവുക. ഓക്കെ, ഇതൊക്കെയാണോ എല്ലാവർക്കും? ഓക്കെ. ഡൗട്ട്സ് ഉണ്ട് എങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ. നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. ഒരു പ്രശ്നവും. അതേപോലെ തന്നെ ഇത് നിങ്ങൾക്ക് മനസ്സിലായി, യൂസ്ഫുൾ ആയി എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ലൈക്ക് കൂടെ ചെയ്യുക. നിങ്ങൾക്ക് ഓക്കെ ആയിരുന്നു എങ്കിൽ മാത്രം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാമല്ലോ. ഈ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ടൈം സ്പീഡ് ഡിസ്റ്റൻസിൽ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത് നോക്കിയേ, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിലെ ക്വസ്റ്റ്യൻ ആണ്. ലാഡറിൻ്റെ വെച്ചും അങ്ങനെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിൻ്റെ വെച്ചും ട്രീ റിലേറ്റ് ചെയ്തും ബിൽഡിംഗ് വെച്ചും ടവർ വെച്ചും എല്ലാം ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കിയേ. എ ലാഡർ ഈസ് ബെൻഡ് ഓൺ ദി വോൾ. ഒരു ലാഡർ എന്ത് ചെയ്തിരിക്കുക? ഒരു ഏണി എന്ത് ചെയ്തിരിക്കുക? ഒരു ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുക. അത്രേ ഉള്ളൂ. ഒരു ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുക ഒരു ലാഡർ, ഒരു ഏണി. ആൻഡ് മേക്സ് ആംഗിൾ തീറ്റ വിത്ത് ദി ഹൊറിസോണ്ടൽ ഗ്രൗണ്ട്. നോക്കിയേ, ഇതാണല്ലോ ഹൊറിസോണ്ടൽ ഗ്രൗണ്ട്. ഇത് വോൾ, ഇത് ഭിത്തി. ഇത് ഹൊറിസോണ്ടൽ ഗ്രൗണ്ട്, ഇത് വോൾ. ഇത് ഹൊറിസോണ്ടൽ ഗ്രൗണ്ട്, ഇത് വോൾ. ഒരു ഭിത്തിയിൽ ചാരി എന്ത് വെച്ചിരിക്കുക? ഒരു ഏണി വെച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനല്ലേ ഇരിക്കുന്നത്? ഒരു ഏണി വെച്ചിരിക്കുക. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൊറിസോണ്ടൽ ഗ്രൗണ്ട് ഇൻ സച്ച് എ വേ ദാറ്റ്. വേ എന്നില്ല കേട്ടോ, വേ ആണ്. വേ ദാറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് cos theta equal to 5/13. ഏത് ആംഗിൾ ആണ് തീറ്റ? നോക്കിയേ, മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ. തീറ്റ എവിടാ? ഈ ലാഡർ നമ്മുടെ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. അപ്പോൾ കോസ് തീറ്റയുടെ വാല്യൂ നമുക്ക് പറഞ്ഞിട്ടുണ്ട് 5/13. കാര്യങ്ങൾ എളുപ്പമായി. കോസ് തീറ്റ ഈക്വൽ ടു 5/13. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് തീറ്റ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പട്ന്യൂസ്.
അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പട്ന്യൂസ് അല്ലേ കോസ് തീറ്റ. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് എന്താ 5 യൂണിറ്റ്, ഹൈപ്പട്ന്യൂസ് എന്താ 13 യൂണിറ്റ്. കഴിഞ്ഞില്ലേ, പരിപാടി കഴിഞ്ഞു. അഡ്ജസൻറ്റ് സൈഡ് എന്താ, ഇതല്ലേ അഡ്ജസൻറ്റ് സൈഡ് 5 യൂണിറ്റ്, ഹൈപ്പട്ന്യൂസ് ഇതല്ലേ 13 യൂണിറ്റ്. ബാക്കി നോക്കിയോ, ഇഫ് ദ ഹൈറ്റ് ഓഫ് ദി ടോപ്പ് ഓഫ് ദി ലാഡർ ഫ്രം ദി വോൾ ഈസ് 18 മീറ്റർ. എന്ന് വെച്ചാൽ ഈ വോളിൽ നിന്ന് ഈ ലാഡറിന്റെ ഹൈറ്റ് ഓഫ് ദി, നോക്കി, ഇഫ് ദ ഹൈറ്റ് ഓഫ് ദി ടോപ്പ് ഓഫ് ദി ലാഡർ ഫ്രം ദി വോൾ ഈസ് 18 മീറ്റർ. ഇഫ് ദ ഹൈറ്റ് ഓഫ് ദി ടോപ്പ് ഓഫ് ദി ലാഡർ ഫ്രം ദി വോൾ ഈസ് 18 മീറ്റർ. അതായത് എന്താ, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താ, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താ 18 മീറ്റർ, അത്രേ ഉള്ളൂ. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 18 മീറ്റർ. ഒന്നുകൂടെ വായിക്കാം, ഇഫ് ദ ഹൈറ്റ് ഓഫ് ദി ടോപ്പ് ഓഫ് ദി ലാഡർ ഫ്രം ദി വോൾ ഈസ് 18 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി ബേസ് എന്താ ഇവിടെ, ഇതല്ലേ ബേസ്, ഇതല്ലേ ഏണിയുടെ ബേസ് ഓഫ് ദി ലാഡർ ഫ്രം ദി വോൾ. അതായത് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ബേസ് ഓഫ് ദി, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി ബേസ് ഓഫ് ദി ലാഡർ ഫ്രം ദി, ഓക്കെ, ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് ബേസ് ഓഫ് ദി ലാഡർ ഫ്രം ദി വോൾ. ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഇതാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ 5 ഇൻറ്റു സംതിങ് ആയിരിക്കില്ലേ ഇത് വരുന്നത്, 5 ഇൻറ്റു സംതിങ് ആണ്. അപ്പോൾ ഡെസിമൽ ഉണ്ട്, അപ്പോൾ നമുക്ക് അത് നോക്കാൻ പറ്റില്ല. നോക്കി ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, ഒറ്റ വാല്യൂ നമുക്ക് അറിയാവൂ, എന്താ, ഈ ഹൈറ്റ് 18 മീറ്റർ ആണ് എന്ന് മാത്രമേ അറിയാവൂ. പക്ഷേ അതിൻ്റെ യൂണിറ്റ് അറിയില്ല. ഈ ഹൈപ്പട്ന്യൂസിൻ്റെ യൂണിറ്റും അറിയാം, ബേസിൻ്റെ യൂണിറ്റും അറിയാം. പക്ഷേ എന്ത് അറിയത്തില്ല, ഈ ഒരു ഹൈറ്റിൻ്റെ യൂണിറ്റ് അറിയത്തില്ല. പക്ഷേ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ മറന്നിരുന്നതാ. ഒന്ന് ആലോചിച്ചേ, റൈറ്റ് ട്രയാങ്കിൾ ആണ്. പൈതഗോറിയൻ ട്രിപ്ലെറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ, പൈതഗോറിയൻ ട്രിപ്ലെറ്റ്. അപ്പോൾ ഏത് ട്രിപ്ലെറ്റ് ആണ് നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, നോക്കി, 5, 12, 13. ഈ ട്രിപ്ലെറ്റ് അല്ലേ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നേ. 5 ഉണ്ടോ, 5 ഉണ്ട്. 13 ഉണ്ടോ, ഉണ്ട്. അപ്പോൾ ബാക്കി എന്താണ് ഇവിടെ വരുന്നത്, 12 യൂണിറ്റ് അല്ലേ ഇവിടെ വരുന്നത്. പൈതഗോറിയൻ ട്രിപ്ലെറ്റ് 12 യൂണിറ്റ് അല്ലേ വരുന്നത്. 12 യൂണിറ്റ് എന്ന് വെച്ചാൽ 18. നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്, 5 യൂണിറ്റ് എന്താ, 12 മീറ്റർ എന്ന് പറഞ്ഞാൽ 18 മീറ്റർ എന്ന് പറഞ്ഞാൽ 12 യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ 5 യൂണിറ്റ് എത്രയാ, എന്ത് കിട്ടും, കട്ട് ചെയ്യുമ്പോൾ 2, 3. അതായത് 3/2 ഇൻറ്റു 5 കിട്ടും. 3/2 എന്ന് വെച്ചാൽ എന്താ 1.5. 1.5 ഇൻറ്റു 5 എന്താ 15 ഇൻറ്റു 5 75. ഒരു ഡെസിമൽ പ്ലേസ് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും, 7.5. ഓപ്ഷനിലുണ്ടോ, ഇതാ ഓപ്ഷനിലുണ്ട് 7.5. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഒന്ന് ആലോചിച്ചാൽ മതി. ഈ ട്രിപ്ലെറ്റ്സ്, ഈ മോഡൽ ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പായിട്ടും വരും. അപ്പോൾ നിങ്ങളുടെ പൈതഗോറിയൻ ട്രിപ്ലെറ്റ് കുറച്ച് പഠിച്ച് വെക്കുക, വേറെ വഴിയൊന്നുമില്ല. പൈതഗോറിയൻ ട്രിപ്ലെറ്റ് 3, 4, 5, അതേപോലെ 5, 12, 13 ഇങ്ങനെയുള്ള പൈതഗോറിയൻ ട്രിപ്ലെറ്റ് കുറച്ചുണ്ട്. അത് കാണാതെ പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ടൈം കൂടുതൽ എടുക്കും. നോക്കി, എങ്ങനെ ടൈം കൂടുതൽ എടുക്കുന്നേ, നിങ്ങൾക്ക് എന്ത് ഈ സൈഡ് അറിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പൈതഗോറിയൻ തിയറം ഇട്ട് ഈ സൈഡ് കണ്ടുപിടിക്കണം. അതായത് ഹൈപ്പട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ 13 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ഇട്ട് ഈ ഒരു സൈഡ് കണ്ടുപിടിച്ചിട്ട് വേണം നിങ്ങൾക്ക് ബാക്കി ചെയ്യാൻ. ട്രിപ്ലെറ്റ് അറിയാമെങ്കിൽ ആ ഒരു പ്രശ്നമുണ്ടോ, ഇല്ല. ട്രിപ്ലെറ്റ്സ് കുറച്ച് പഠിച്ചു നോക്കുക. ഇനി എക്സാംസ് ഉള്ള കുട്ടികൾ ട്രിപ്ലെറ്റ്സ് കാണാതെ കുറച്ച് പഠിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ നമുക്ക്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി, ടൈം ആൻഡ് വർക്കിലെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ബേസിക് ക്വസ്റ്റ്യൻ ആണ്. നോക്കി, എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് എലോൺ ഇൻ 40 ഡേയ്സ്. എയ്ക്ക് ഒരു വർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും, 40 ദിവസം. എയ്ക്ക് ഒരു വർക്ക് 40 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും. എ ആൻഡ് ബി ടുഗെദർ ക്യാൻ ഡു ദി സെയിം വർക്ക്. എയും ബിയും ഒരുമിച്ച് ഈ സെയിം വർക്ക്, എ ചെയ്യുന്ന അതേ വർക്ക് എത്ര ദിവസം കൊണ്ട് ഒരുമിച്ച് ചെയ്യാൻ പറ്റും, 10 ദിവസം കൊണ്ട്. എ ആൻഡ് ബി ടുഗെദർ ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 10 ഡേയ്സ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, സി ഈസ് 50% ലെസ് എഫിഷ്യൻറ്റ് ദാൻ ബി. ഇതാണ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് കേട്ടോ. സി ഈസ് 50% ലെസ് എഫിഷ്യൻറ്റ് ദാൻ ബി. ക്ലിയർ ആണോ? സി ഈസ് 50% ലെസ് എഫിഷ്യൻറ്റ് ദാൻ ബി. ഇന്നെന്താ കണ്ടുപിടിക്കണ്ടേ, ഇൻ ഹൗ മെനി ഡേയ്സ് എ ആൻഡ് സി ടുഗെദർ കംപ്ലീറ്റ് ദ സെയിം വർക്ക്. ഈ സെയിം വർക്ക് എയും സിയും കൂടെ ഒരുമിച്ച് എന്ത് ചെയ്യും, എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് കണ്ടുപിടിക്കണം, നമുക്ക് സിയുടെയും എയുടെയും എഫിഷ്യൻസി വേണം. ഇല്ലാതെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റില്ല. നോക്കിയേ, എയും എ പ്ലസ് ബിയും 40 ദിവസവും 10 ദിവസവും ടോട്ടൽ വർക്ക് എങ്ങനെ എടുക്കാം, ഈ 2 വർക്കിൽ നിന്ന് എടുക്കാമല്ലോ. എന്താ ഇവിടുത്തെ LCM, 40ന്റെയും 10ന്റെയും LCM എന്താ, 40 തന്നെ എടുത്താൽ പോരെ. 40 തന്നെ എടുത്താൽ മതിയല്ലോ. 40 ഡിവൈഡ് ബൈ 40 1, 40 ഡിവൈഡ് ബൈ 10 എന്താ 4. അപ്പോൾ എ പ്ലസ് ബിയുടെ കമ്പൈൻഡ് എഫിഷ്യൻസിയും വന്നു, എയുടെ സിംഗിൾ എഫിഷ്യൻസിയും നമുക്ക് കിട്ടി. ഇനി എന്താ നമ്മൾ ചെയ്യണ്ടേ, നോക്കി അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ഇതാ ഇവിടെ കൊടുത്തേക്കാം.
ഇവിടെ കൊടുത്തേക്കുക സി ഈസ് 50% ലെസ് എഫിഷ്യന്റ് ദാൻ ബി. ബിയുടെ എഫിഷ്യൻസിയെ കമ്പയർ ചെയ്യുമ്പോൾ സിയുടെ എഫിഷ്യൻസി എന്താ? പാതി കുറവാണ്, 50% കുറവാണ്. ക്ലിയർ ആണോ? ബി ഒരു 10 ആണ് എങ്കിൽ അപ്പോ സിയുടെ എഫിഷ്യൻസി എന്താ? 5. ക്ലിയർ ആണോ? ബി 50 ആണ് എഫിഷ്യൻസി എങ്കിൽ സിയുടെ എഫിഷ്യൻസി എന്താ? നേരെ പകുതി 25. അത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ക്ലിയർ ആണോ? നോക്കി അപ്പൊ നമുക്ക് എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നത്? എയുടെ എഫിഷ്യൻസി 1 ആണ്. ക്ലിയർ ആണോ? അതിൽ നിന്ന് തന്നെ നമുക്ക് ബിയുടെ എഫിഷ്യൻസി കണ്ടുപിടിച്ചൂടെ? ടോട്ടൽ എഫിഷ്യൻസി 4 ആണ്, എയുടെ 1 ആണ്. അപ്പൊ ബി എന്താ? 3. അങ്ങനെയാണ് എങ്കിൽ സി എന്താ? ഒന്ന് പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ സി എന്താ? ഈ സ്റ്റേറ്റ്മെന്റോട് വായിച്ച് സി ഈസ് 50% ലെസ് എഫിഷ്യന്റ് ദാൻ ബി. ബിയുടെ എഫിഷ്യൻസി എത്രയാണോ അതിന്റെ പകുതിയാണ് എന്ത്? സിയുടെ എഫിഷ്യൻസി. ബിയുടെ എഫിഷ്യൻസി 3 ആണ്. അപ്പൊ സിയുടെ എഫിഷ്യൻസി എന്ത് വരും? അതിന്റെ പകുതി 1.5. ഇത്രയേ ഉള്ളൂ, വേറെ ആലോചിക്കണ്ട. സിയുടെ എഫിഷ്യൻസിയുടെ പകുതിയാണ് ബിയുടെ എഫിഷ്യൻസി, അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? ഇൻ ഹൗ മെനി ഡേയ്സ് എ ആൻഡ് സി? ഇനി കഴിഞ്ഞല്ലോ, എയും സിയും ഒരുമിച്ച് ഈ വർക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? അതിന് എന്ത് വേണം? എയുടെയും സിയുടെയും കമ്പൈൻഡ് എഫിഷ്യൻസി വേണം. എയുടെ എഫിഷ്യൻസി എന്താ? 1. സിയുടെ എഫിഷ്യൻസി നമ്മൾ കണ്ടുപിടിച്ചു 1.5. ടോട്ടൽ കമ്പൈൻഡ് എഫിഷ്യൻസി എന്താ? 2.5. ടോട്ടൽ വർക്ക് 40. അപ്പൊ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്ന് അറിയാൻ ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി എന്ത് കിട്ടൂടെ? 2.5 × 4 ആണ് 10. 10 × 4 ആണ് എന്ത്? 40. അപ്പൊ 4 × 4 16 ഡേയ്സ്. 16 ഡേയ്സ്. ഓപ്ഷനിലുണ്ടോ? അത് ആൻസർ കിട്ടി. ഓപ്ഷനിലുണ്ട്. ആൻസർ ആയി. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു പാർട്ടിൽ നിങ്ങൾ കുടുങ്ങി പോകരുത്. ഇത് എഴുതി കൂട്ടുകയോ ഒന്നും ചെയ്യരുത്. റേഷ്യോ എടുക്കാനൊന്നും സമയം കളയരുത്. ക്ലിയർ ആണോ? നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചെയ്ത് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. നല്ലൊരു ക്വസ്റ്റ്യൻ. എ സ്റ്റുഡൻറ് ഗോട്ട് 32% മാർക്ക് ഔട്ട് ഓഫ് 300 ഇൻ സയൻസ്. ഒരു കുട്ടി എന്ത് ചെയ്യുക? എക്സാം എഴുതുക. എന്ത് എക്സാമാ? ഫസ്റ്റ് അയാൾ അറ്റംപ്റ്റ് ചെയ്ത എക്സാം എന്താ? കുട്ടി അറ്റംപ്റ്റ് ചെയ്ത എക്സാം എന്താ? സയൻസ് സബ്ജക്റ്റ് ആണ്. സയൻസ് സബ്ജക്റ്റിന് എത്ര % മാർക്ക് കിട്ടി? 32% മാർക്ക് കിട്ടി. അപ്പോൾ ആദ്യമേ നമ്മൾ എടുത്തെഴുതുക. സയൻസിന് എത്ര മാർക്ക് കിട്ടി? 32% മാർക്ക് കിട്ടി. ടോട്ടൽ എത്രയാ? 300 മാർക്കാണ് ടോട്ടൽ ഉള്ളത്. അതിൽ 32% മാർക്ക് ആ കുട്ടി സ്കോർ ചെയ്തു. ഹൗ മച്ച് % ഷുഡ് ഹി സ്കോർ ഇൻ ലിറ്ററേച്ചർ? അടുത്ത സബ്ജക്റ്റും പറഞ്ഞിരിക്കുക ലിറ്ററേച്ചറിന് എത്ര മാർക്ക് സ്കോർ ചെയ്യണം? എത്ര ലിറ്ററേച്ചർ കംപ്ലീറ്റ്ലി എത്ര? ടോട്ടൽ എത്ര ലിറ്ററേച്ചറിന്റെ? 200 മാർക്കിൽ എത്ര ശതമാനം മാർക്ക് സ്കോർ ചെയ്താൽ ടു മേക്ക് ഹിസ് ടോട്ടൽ മാർക്ക് 50%? എന്ന് വെച്ചാൽ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സയൻസും ലിറ്ററേച്ചറിനും ഒരു കുട്ടി എക്സാം എഴുതി. സയൻസ് ടോട്ടൽ 300 മാർക്കിനും ലിറ്ററേച്ചർ 200 മാർക്കിനും എഴുതി. സയൻസിന് 32% മാർക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിക്ക് എന്ത് വേണം? സയൻസിനും ലിറ്ററേച്ചറിനും കൂടെ 50% മാർക്ക് വേണം. ഓവറോൾ 50%. ഓർമ്മ വരുന്നുണ്ട്? ഒരു മെത്തേഡ് ഇപ്പൊ കറങ്ങി കാണുമല്ലോ. ഓവറോൾ, കമ്പൈൻഡ് എന്നൊക്കെ പറയുമ്പോൾ എന്ത് മെത്തേഡാ വരണ്ടേ? കമ്പൈൻഡ് എത്രയാ കിട്ടണ്ടേ? 50% കുട്ടിക്ക് കമ്പൈൻഡ് രണ്ടിനും കൂടെ കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ ലിറ്ററേച്ചറിന് എത്രയാ? ഇതാണ് ചോദ്യം. അപ്പോൾ ഏത് മെത്തേഡായത്? ഇത് എഴുതിയപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അലിഗേറ്റ് ചെയ്യുക, വേറെ ഒന്നും ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കി, ഈ റേഷ്യോ എന്ന് വെച്ചാൽ ടോട്ടൽ മാർക്ക് അല്ലേ? ടോട്ടൽ മാർക്ക് അടിയിൽ റേഷ്യോ ആയിട്ട് വരും. കട്ട് ചെയ്യാലോ 2:3 റേഷ്യോ ആയി. നോക്കി, 50 - 32 18 യൂണിറ്റ് എന്ന് വെച്ചാൽ 2 റേഷ്യോ എന്ന് പറഞ്ഞാൽ 18. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ റേഷ്യോ കണ്ടുപിടിച്ചാലല്ലേ നമുക്ക് ലിറ്ററേച്ചറിന്റെ എത്രയാ ശതമാനം എന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. 2 എന്ന് പറഞ്ഞാൽ 18. അങ്ങനെയാണെങ്കിൽ 3 എന്ന് പറഞ്ഞാൽ എത്ര? ഇവിടെ എന്താ ചെയ്യുന്നത്? × 9 അല്ലേ ചെയ്യുന്നത്? അല്ലെങ്കിൽ നോക്കുക, 18 എന്ന് വെച്ചാൽ 2. നോക്കി, 18 എന്ന് വെച്ചാൽ 2. അങ്ങനെയാണെങ്കിൽ 3 എത്ര? ഇങ്ങനെ കണ്ടുപിടിച്ചാലും മതി. 9 × 3 എത്ര? 27. ഇങ്ങനെ കണ്ടുപിടിച്ചാലും മതി. അപ്പോൾ ഇവിടെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെയും 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അപ്പോൾ എന്താ? 3 × 9 27. ഇനി എന്ത് ചെയ്യുക? 50 + 27 വേറെ ഒന്നും, ഇവിടെ മൈനസ് ചെയ്തു, ഇവിടെ ആഡ് ചെയ്തു. ഈ 2 വാല്യൂസിന്റെ നടുക്ക് കിടക്കുന്ന വാല്യൂ ആണ് 50. അങ്ങനെ ചിന്തിച്ചാലും മതി. അപ്പോഴെന്താ? ഈ വാല്യൂവിനെക്കാട്ടി ചെറുത് അല്ലെങ്കിൽ ഈ വാല്യൂവിനെക്കാട്ടി ചെറുത് വരുമോ? ഇല്ല. ഇനി എന്താ? ഈ വാല്യൂവിനെക്കാട്ടി കൂടിയ ഒരു വാല്യൂ ആണ് വരേണ്ടത്. അപ്പോഴെന്ത് വേണം? രണ്ടും കൂടെ ആഡ് ചെയ്യുക. 50 + 27 എന്താ? 77%.
അലിഗേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വേറെ ഒരു മെത്തേഡിലേക്ക് നിങ്ങൾ പോകരുത്. അലിഗേറ്റ് ചെയ്യുക തന്നെ വേണം. വേറെ ഒന്നും നിങ്ങൾ ആ ടൈമിൽ ആലോചിക്കരുത്. റേഷ്യോ വരുന്ന ടോട്ടൽ മാർക്കാണ്. നടുക്ക് കമ്പൈൻഡ് 50% വന്നു. സയൻസിൽ ആ കുട്ടി 32% മാർക്ക് സ്കോർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ലിറ്ററേച്ചറിൽ എത്രയാ? അലിഗേറ്റ് ചെയ്യുക. വേറെ ഒന്നിനെക്കുറിച്ചും ആലോചിക്കുകയേ ചെയ്യരുത്. അപ്പോൾ എന്താ നമ്മുടെ ആൻസർ? 77% ഉണ്ടല്ലോ നമുക്കിവിടെ. ഉണ്ട് 77% ഓപ്ഷനിൽ ഉണ്ട്. ഇത് വന്നിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആരും നിസ്സാരമായിട്ട് കാണരുത്. അടുത്ത ദിവസങ്ങളിൽ എക്സാം എഴുതുന്ന കുട്ടികൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടേ പോകാവൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏജിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഏജ് ടോപ്പിക്കിലെ ഒരു ക്വസ്റ്റ്യൻ. നോക്കിയേ, എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? രാജൻ ഈസ് യങ്ങർ ദാൻ ഹിസ് ഫാദർ. രാജന്റെയും അച്ഛന്റെയും കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രാജൻ ഈസ് യങ്ങർ ദാൻ ഹിസ് ഫാദർ. മകനെ കാട്ടി യങ്ങർ ആയിരിക്കുമല്ലോ, പ്രായം കൂടുതലായിരിക്കുമല്ലോ അച്ഛന്, അല്ലെങ്കിൽ ഫാദറിനെ കാട്ടി പ്രായം കുറവായിരിക്കുമല്ലോ മകന്. രാജൻ ഈസ് യങ്ങർ ദാൻ ഹിസ് ഫാദർ ബൈ 20 years. അപ്പം നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? ഫാദർ മൈനസ് രാജൻ എത്രയാ? 20 years എന്ന് വെച്ചാൽ ഇവരുടെ രണ്ടിൻ്റെയും ഏജിന്റെ ഗ്യാപ്പ് എന്താ? 20 വർഷം. അല്ലെങ്കിൽ എന്താ പറയുന്നേ? ഫാദർ മൈനസ് രാജൻ 20 years. ക്ലിയർ ആണോ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ വേണം നിങ്ങൾ അസംബിൾ ചെയ്യാൻ. അതിന്റെ കാരണം നമ്മൾ അടുത്തേക്ക് പറഞ്ഞുതരാം. 5 years ago, 5 വർഷം മുമ്പ്, ഹിസ് ഫാദർ വാസ് 3 times older than him എന്ന് വെച്ചാൽ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 5 വർഷം മുമ്പുള്ള ഒരു കഥയാണ് പറഞ്ഞിരിക്കുന്നത്. 5 വർഷം മുമ്പ്, 5 years ago എന്താ ഇവിടെ നടന്നേ? ഹിസ് ഫാദർ ഈസ് 3 times elder than him. ഫാദറും രാജനും തമ്മിലുള്ള റേഷ്യോ അപ്പോൾ എന്ത് വരും ഇവിടെ? ഫാദറിന് 3 ആയിരുന്നു ഏജെങ്കിൽ രാജൻ എത്രയാ? 1. അത് തന്നെയല്ലേ ഇവിടെ പറയുന്നേ? 5 വർഷം മുമ്പ് ഹിസ് ഫാദർ വാസ് 3 times elder than him. അതായത് രാജൻ 1 ആയിരുന്നെങ്കിൽ ഫാദറിന് 3. റേഷ്യോ, ഏജിന്റെ റേഷ്യോ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രസന്റ് ഏജ് ഓഫ് ഹിസ് ഫാദർ. ഫാദറിന്റെ പ്രസന്റ് ഏജ്, ഇപ്പോൾ രാജന്റെ അച്ഛന് എത്രയാണ് പ്രായം? അതാണ് നമുക്ക് കാണേണ്ടത്. ഇങ്ങനെ നമുക്ക് കാണാം. നോക്കി ഇങ്ങനെ നമുക്ക് കാണാം. ഇത് 5 വർഷം മുമ്പുള്ള കണക്കാണ്. ഇത് നോക്കി നിങ്ങൾ, ഫാദറിന്റെയും രാജന്റെയും ഏജിന്റെ റേഷ്യോ ഡിഫറൻസ് എന്താ? 2 അല്ലേ? നമ്മൾക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫാദറിന്റെയും രാജന്റെയും ഏജിന്റെ ഡിഫറൻസ് 20 ആണ്. ഇത് മാറുവോടെ? 5 വർഷം മുമ്പോ 10 വർഷം മുമ്പോ 20 വർഷം കഴിഞ്ഞിട്ടായാലും ഈ ഒരു വ്യത്യാസം മാറുവോ? ഒന്ന് ആലോചിച്ചേ. ഞാനും എൻ്റെ അച്ഛനും തമ്മിൽ 10 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സ് ഡിഫറൻസ് ഇരിക്കട്ടെ. ഒരു 5 വർഷം കഴിഞ്ഞാൽ ഇതിന്റെ ഗ്യാപ്പ് കുറയുമോ? ഇല്ല. എനിക്കും 5 വയസ്സ് കൂടും, എൻ്റെ പിതാവിനും 5 വയസ്സ് കൂടും. ഇപ്പം 2 പേർക്കും ഒരേ രീതിയിലാണ് കാലം മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇതിനൊരു മാറ്റം വരില്ല. അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. ഒരാളുടെ ഏജ് മാത്രമല്ല മുമ്പോട്ടോ പുറകോട്ടോ പോകുന്നത്, 2 പേരുടെയും ഒരുപോലെയാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നത്. ക്ലിയർ ആണോ? കാലം എല്ലാവർക്കും ഒരേപോലെയാ. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താ? ഫാദറിന്റെയും രാജന്റെയും ഏജിന്റെ റേഷ്യോ ഡിഫറൻസ് എന്ത് വരും? 2 വരും. അത് തന്നെയല്ലേ 20. 2 യൂണിറ്റ് എന്ന് വെച്ചാൽ 20 ഇയേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എന്താ? 10 years. 10 വർഷം. 10 years. ഇനി നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഒരു യൂണിറ്റ് കിട്ടി, 10 വർഷം. 3 യൂണിറ്റ് എന്താ? ഫാദറിന്റെ അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? 3 യൂണിറ്റ് എന്താ? 30 years. ആൻസർ ഉണ്ടോ? ഇതാ ഉണ്ട്. പക്ഷെ ഇതാണോ ആൻസർ? ഇതെന്താ? ഈ 30 വയസ്സെന്ന് പറഞ്ഞാൽ എന്താ? 5 വർഷം മുമ്പുള്ള ഫാദറിന്റെ ഏജ് ആണ്. ആൻസർ തെറ്റിയില്ലേ നിങ്ങൾക്ക്? അവിടെ ഓപ്ഷനിലും 30 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വെപ്രാളത്തിൽ ആൻസർ കിട്ടിയെന്നുള്ള ധാരണയിൽ വരയിട്ട് ഓപ്ഷൻ അടിച്ചിട്ട് പോകരുത്. ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ച് ആദ്യമേ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് മൈൻഡിൽ വെക്കുക. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തെറ്റുകൾ, എറേഴ്സ് വരും. നോക്കി 30 വയസ്സ് എന്നുള്ളത് രാജന്റെ ഫാദറിന്റെ 5 വർഷം മുമ്പുള്ള ഏജ് ആണ്. അപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടുള്ളതല്ലേ പ്രസന്റ് ഏജ്. അപ്പോൾ രാജന്റെ ഫാദറിന്റെ പ്രസന്റ് ഏജ് എന്താ? എന്താടേ 30 പ്ലസ് 5 വർഷവും കൂടെ പോകണ്ടേ? 5 വർഷം കൂടെ ഇങ്ങോട്ട് വരണ്ടേ? 5. അപ്പോൾ എത്രയാ? 35 years.
വലിയ പാടുള്ള ക്വസ്റ്റ്യൻ അല്ല, എന്നാലും ചിന്തിക്കുക. ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇടരുത്. കുറച്ച് ഒരു സ്റ്റെപ്പ് കൂടെ വന്നിട്ടേ ഫുൾ സ്റ്റോപ്പ് ഇടാവൂ, അല്ലെങ്കിൽ എന്താ ആൻസർ തെറ്റും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ? യാത്ര ചെയ്താലോ? നോക്കി അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യനാ, നാച്ചുറൽ ആണേ, ഐ ഇല്ലേ, സോറി ഐ ഇല്ല കേട്ടോ. നാച്ചുറൽ ക്വസ്റ്റ്യൻ വായിച്ചോ? നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചോ? ക്വസ്റ്റ്യൻ എന്താ? ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 33 നാച്ചുറൽ നമ്പേഴ്സ് ആർ. ആദ്യത്തെ 33 നാച്ചുറൽ നമ്പേഴ്സിന്റെ ആവറേജ്. ആദ്യത്തെ 33 നാച്ചുറൽ നമ്പേഴ്സിന്റെ ആവറേജ് എന്ത് കിട്ടും? എന്താ ഇക്വേഷൻ? n+1/2. വേറെ ഒന്നുമില്ല, ഒരുപാട് ആലോചിക്കരുത്. n+1/2 അല്ലാതെ 33 നാച്ചുറൽ നമ്പേഴ്സും ആഡ് ചെയ്തിട്ട് അതിന്റെ ഡിവൈഡഡ് ബൈ 33 ചെയ്യരുത്. n+1/2. n എന്ന് വെച്ചാൽ എന്താ? നമ്പർ ഓഫ് ടേംസ്. നമ്പർ ഓഫ് ടേംസ് ആണ് എന്ത്? n. അപ്പൊ ആവറേജ് എന്താ? n+1/2. n+1/2. n എന്താ ഇവിടെ? 33 അല്ലേ നമ്പർ ഓഫ് ടേംസ്? 33 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. 33 പ്ലസ് 1 എന്താ? 34 ഡിവൈഡഡ് ബൈ 2. എന്ത് കിട്ടും? 17 കിട്ടും. 17 ആണ് എന്ത്? 33 നാച്ചുറൽ നമ്പേഴ്സിന്റെ ആവറേജ്. ഇതാ കിടക്കുന്നു. ഇപ്പം ഞാൻ ചോദിക്കുക സം എന്താ? ഞാൻ ഈ ആവറേജ് മാറ്റിയിട്ട് സമ്മ് ചോദിക്കുക. അപ്പൊ എന്താ ആൻസർ? വേറെ ഒന്നുമില്ല. സമ്മാണെങ്കിൽ എന്താ ഇക്വേഷൻ? എന്താണ് ഇക്വേഷൻ? ഒരു n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, ഒരു നമ്പർ ഓഫ് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പൊ എന്ത് കിട്ടും? n × n+1 ഡിവൈഡഡ് ബൈ 2. ഇതാണ് സമ്മിന്റെ ഇക്വേഷൻ. ആവറേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വരാൻ സാധ്യതയുള്ളത് എന്തായിരിക്കാം? സം ആയിരിക്കാം. ക്ലിയർ ആണോ? അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? 17 ആൻസർ ഓപ്ഷനിലുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കി, മെൻസുറേഷനിലെ ഒരു ക്വസ്റ്റ്യൻ. ദ വോളിയം ഓഫ് സോളിഡ് സിലിണ്ടർ ഈസ് 2926 2926 സെന്റിമീറ്റർ ക്യൂബ് ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 19 സെന്റിമീറ്റർ. ഒരു സിലിണ്ടറിന്റെ കാര്യമാണ് പറയുന്നത്. ഒരു സിലിണ്ടർ എന്താ ഇവിടെ? ഇതല്ലേ ഈ സിലിണ്ടർ? ഇതാണല്ലോ സിലിണ്ടർ. ദ വോളിയം ഓഫ് സോളിഡ് സിലിണ്ടർ ഈസ് 2926. വോളിയത്തിന്റെ കാര്യം പറയാ, 2926. അതിന്റെ ഹൈറ്റ് എന്താ? 19 സെന്റിമീറ്റർ, 19 സെന്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദി ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി സോളിഡ് സിലിണ്ടർ? ഫോർമുലാസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഡയറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, TSI ആണ് കണ്ടുപിടിക്കേണ്ടത്, ടോട്ടൽ സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. വോളിയം എന്താ? വോളിയത്തിന്റെ ഇക്വേഷൻ എന്താ? സിലിണ്ടറിന്റെ πr²h ആണല്ലോ. അതെന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? 2926. ക്ലിയർ ആണോ? അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഹൈറ്റ് തന്നിട്ടുണ്ട് ഓൾറെഡി, റേഡിയസ് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റൂ. ടോട്ടൽ സർഫസ് ഏരിയ ഇക്വേഷൻ എന്താ? 2πr × h+r. അതാണ് ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ. നമുക്കിതിൽ എന്തുണ്ട്? ഹൈറ്റ് ഉണ്ട്, റേഡിയസ് അറിയില്ല. റേഡിയസ് അപ്പോൾ നമുക്ക് വോളിയത്തിൽ നിന്ന് കണ്ടുപിടിക്കാം. നോക്കി, പൈ എന്താ? 22 ഡിവൈഡഡ് ബൈ 7 × r². ഹൈറ്റ് എന്താണ് ഇവിടെ? 19 ഈക്വൽ ടു എന്ത്? 2926. ഇനി എന്ത് ചെയ്യുക? കട്ട് ചെയ്യാനുണ്ട് എങ്കിൽ കട്ട് ചെയ്യുക. നോക്കി, 22ഉം ഇതിവിടെ കട്ട് ചെയ്താൽ എന്ത് കിട്ടും? 29ൽ ഒരു വട്ടം. പിന്നെ എത്രയാ വരുന്നത്? 3. പിന്നെ ഒരു 6, 66, 133 വരും. 133 വരും. ഇനി എന്തെങ്കിലും കട്ട് ചെയ്യാനുണ്ടോ? നോക്കി, 19 × 7 അല്ലേ 133. 19 × 7 അല്ലേ 133. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? r² ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു 7 ഉണ്ട്, ഇവിടെ ഒരു 7 ഉണ്ട്, 7 × 7. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്താ? 7. റേഡിയസ് 7 ആണ്. r² 7 × 7 ആണെങ്കിൽ റേഡിയസ് എന്താ? 7. കഴിഞ്ഞു. ഇനി നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ പോരെ? നോക്കുക, 2πr × h+r ആണ് നമ്മുടെ ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ. നോക്കുക,
2 ഇൻറ്റു 22/7 ഇൻറ്റു ആർ എന്താ കണ്ടുപിടിച്ചു 7 ഇൻറ്റു എച്ച് പ്ലസ് ആർ ഹൈറ്റ് എന്താ 19 പ്ലസ് ആർ എന്താ 7 7 കൂടെ ക്യാൻസൽ ചെയ്യാലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 2 ഇൻറ്റു 22 ഇൻറ്റു 19 പ്ലസ് 7 19 പ്ലസ് 7 എന്താ ഇവിടെ കിട്ടുന്നത് 19 പ്ലസ് 7 26. ഇനി നോക്കിയേ നമ്മുടെ യൂണിറ്റ് ഡിജിറ്റ് എല്ലാം വ്യത്യാസമല്ലേ 4 3 9 2 മൾട്ടിപ്ലൈ ചെയ്യേണ്ട അല്ലാതെ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. എങ്ങനെ എത്താം നോക്കി 2 ഇൻറ്റു 2 യൂണിറ്റ് ഡിജിറ്റ് എന്താ 4 ഇൻറ്റു 6 യൂണിറ്റ് ഡിജിറ്റ് എന്ത് വരും 4 തന്നെ വരും. യൂണിറ്റ് ഡിജിറ്റ് ആൻസറിൻ്റെ 4 തന്നെ വരും. 4 ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഒരു ഓപ്ഷൻ അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ 1144. കാൽക്കുലേഷൻ ചെയ്ത് സമയം കളയരുത്. പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനുള്ള വഴികൾ സ്വീകരിക്കുക. ക്ലിയർ ആണോ? ഇനി ഇതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ ആണ് ചോദിച്ചിരുന്നെങ്കിലോ കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താ 2πRH. ഇതാണ് കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ 2πRH. ചിലപ്പോൾ അടുത്ത ഷിഫ്റ്റുകളിൽ ഈ കർവ്ഡ് സർഫസ് ഏരിയ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക മെൻസുറേഷനിലെ 3D ഫിഗേഴ്സിൻ്റെ എല്ലാത്തിൻ്റെയും ഫോർമുലാസ് കാണാതെ പഠിച്ചു വെക്കുക. ഓക്കെ ക്ലിയർ ആണോ? കാണാതെ പഠിച്ചു വെക്കുക. നോക്കി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. നോക്കി എ സം ബിക്കെയിം 4 ടൈംസ് ഇറ്റ്സ് ഒറിജിനൽ വാല്യൂ ഇൻ 6 ഇയേഴ്സ്. 6 വർഷം കൊണ്ട് ഒരു സം അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ എന്തായി 4 മടങ്ങായി. ഒന്നായിരുന്നത് എന്തായി 4 മടങ്ങായി. എത്ര വർഷം കഴിഞ്ഞപ്പോൾ 6 ഇയേഴ്സ് 6 വർഷം കഴിഞ്ഞപ്പോൾ. ഇൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇത് ശ്രദ്ധിക്കുക. ഇവിടെ സിമ്പിളും കോമ്പൗണ്ടും വരും. ഇവിടെ വന്നിരിക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ ഇറ്റ് ബിക്കംസ് 16 ടൈംസ്. എത്ര വർഷം കൊണ്ട് എന്താവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് 16 മടങ്ങാവാൻ. എത്ര വർഷം കൊണ്ട് 16 മടങ്ങാവും ഓഫ് ദി ഒറിജിനൽ എമൗണ്ട്. അതായത് 1 എന്ന് പറയുന്ന പ്രിൻസിപ്പൾ എത്രയാവും 16 ആവും. എന്താ നമുക്കിവിടെ കണ്ടുപിടിക്കണ്ടേ എത്ര വർഷം കൊണ്ട് 16 ആവും. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ ഇത് 6 വർഷം കൊണ്ട് ഒന്നായിരുന്നത് 4 ടൈംസ് ആയി. 4 ടൈംസ് ഇറ്റ്സ് ഒറിജിനൽ വാല്യൂ ഒന്നായിരുന്നുവെങ്കിൽ എന്തായി 4 ആയി. ഇനി നോക്കി ബാക്കി എന്താ അണ്ടർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അത് മറക്കരുത്. ഇൻ ഹൗ മെനി ഇയേഴ്സ് ഇറ്റ് വിൽ ബിക്കം. ഇറ്റ് വിൽ എന്ന് വെച്ചാൽ എന്താ സെയിം പ്രിൻസിപ്പൽ സെയിം ഒറിജിനൽ വാല്യൂ എത്ര ആവണം 16 മടങ്ങാവണം. എത്ര വർഷം കൊണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ നോക്കി 6 എന്ന് വെച്ചാൽ 4 സ്ക്വയർ അല്ലേ. ഇതല്ലേ നമ്മുടെ ബേസ് ആദ്യത്തെ 4 സ്ക്വയർ അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക ഈ ഏതാണോ പവറായിട്ട് വന്നത് അതിനെ നമ്മുടെ T1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പവർ ഇൻറ്റു ടൈം 1 ആദ്യത്തെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ നമുക്ക് ചെയ്യാനുള്ള 2 ഇൻറ്റു 6. അപ്പോൾ എത്ര വർഷം കിട്ടും നമുക്ക് 12 വർഷം. ഡയറക്റ്റ് ഇതങ്ങ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ 12 ഇയേഴ്സ്. എന്താ ഇവിടെ ചെയ്തേ 16 എന്ന് വെച്ചാൽ 4⁻²ആണ്. 4 സ്ക്വയർ ആണ്. ആ പവറിനെ ഏതാണോ പവർ ഇനിയിപ്പോൾ 3 വന്നിരുന്നെങ്കിൽ 3, 5 വന്നിരുന്നെങ്കിൽ 5 ഏതാണോ പവർ അതിനെ ആദ്യത്തെ ടൈം എന്താ 6 ഇയേഴ്സ് അല്ലേ. 6 ഇയേഴ്സ് കൊണ്ട് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും ഇവിടുത്തെ വർഷം കിട്ടും. എത്ര 12 വർഷം. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ ഈ ക്വസ്റ്റ്യൻ. ഓപ്ഷനിലുണ്ട് ആൻസർ 12 ഇയേഴ്സ് ഓപ്ഷനിലും ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഓക്കെ ആണോ? വന്നിട്ടുള്ള മോഡലാണ്. എന്താണെന്ന് ശ്രദ്ധിക്കുക. ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. ഇപ്പോഴും പറയുന്നു നിങ്ങൾക്ക് ഈ സെഷൻ ഓക്കെ ആണ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. അതേപോലെ തന്നെ ലൈക്ക് കൂടെ ചെയ്യുക. ഇഷ്ടപ്പെട്ടു എങ്കിൽ മാത്രം മതിയേ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. റൂട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബേസിക്കലി റൂട്ട് എന്ന് വെച്ചാൽ എന്താ എക്സിന്റെ വാല്യൂസ്. ഇവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പോൾ എക്സിന് എന്ത് കിട്ടും 2 വാല്യൂസ് കിട്ടും. അത് എപ്പോഴും മൈൻഡിൽ വേണം. ക്ലിയർ ആണോ? എക്സിന്റെ വാല്യൂ നിങ്ങൾ ഇവിടുന്ന് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് റൂട്ട് കിട്ടി. അത് മാത്രം ആലോചിച്ചാൽ മതി. നോക്കിയേ ക്വസ്റ്റ്യനിലേക്ക് വന്നേ. 2 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. 2 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിരിക്കുക. x² - 5x + 6 = 0. ആദ്യത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ആൻഡ് 2x² - kx. നമുക്ക് k ആയിരിക്കാം പ്രോബബിലി കണ്ടുപിടിക്കേണ്ടത്. kx + 6 = 0. ഹാവ്
വൺ കോമൺ റൂട്ട്, ഒരു കോമൺ റൂട്ട് ഉണ്ട്. വാട്ട് ഈസ് ദി പോസിബിൾ വാല്യൂ ഓഫ് കെ? കെയുടെ പോസിബിൾ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കുക. ഓപ്ഷനിൽ ഒറ്റ വാല്യൂ ഉള്ളൂ, അപ്പോൾ ഒരു വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിന്ന് എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. രണ്ട് വാല്യൂ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം നമുക്ക്. എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0. ഒന്നുകിൽ നമ്മൾ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. എന്താ നമ്മുടെ ഇക്വേഷൻ? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4ac. ആ ഒരു ഇക്വേഷൻ അറിയാലോ നിങ്ങൾക്ക്. ആ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ അതിൽ ഇട്ട് കിട്ടുമ്പോഴത്തേക്ക് ഒരു സമയമാവും. ക്ലിയർ ആണോ? അപ്പോൾ എന്ത് ചെയ്യുക? ആ ഇക്വേഷൻ മാറ്റി വെക്കുക. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഈ ഒരു ഇക്വേഷൻ മാറ്റി വെക്കുക. 4ac-യും ബിയും ബി സ്ക്വയറും എല്ലാം വരുന്ന ഇക്വേഷൻ മാറ്റി വെക്കുക. ക്ലിയർ ആണോ? എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ നിങ്ങൾ നോക്കിയേ. ഇവിടെ ഈ രണ്ട് വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യുക. നോക്കി, ഇവിടെ 1 അല്ലേ കോഎഫിഷ്യന്റ്. 1 × 6 എന്താ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 വരും. ക്ലിയർ ആണോ? ശ്രദ്ധിച്ച് കേൾക്കുക, എളുപ്പം കിട്ടാനുള്ള വഴിയാണ്. ഈ രണ്ട് വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യുക. 6 അല്ലേ കിട്ടിയത്. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു വാല്യൂ നമുക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെന്താ? -5. ഇത് രണ്ട് ക്ലിയർ ആണോ? എക്സ് സ്ക്വയറും സിയും, അതായത് എയും സിയും അതായത് എക്സ് സ്ക്വയറിൻ്റെയും നമ്മളുടെ കോൺസ്റ്റന്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക 6. ഇനി എന്ത് ചെയ്യുക? നടുക്ക് കിടക്കുന്ന ആഡ് ചെയ്യാനുള്ളതാണ് -5. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടണം. നമുക്ക് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ -5 കിട്ടണം. ക്ലിയർ ആണോ? നമുക്ക് രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടണം, 6 കിട്ടണം. രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? -5 കിട്ടണം. അങ്ങനെ രണ്ട് നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. നോക്കി, 6 × 1 6 ആണ്. 6 + 1 5 കിട്ടില്ലല്ലോ, അപ്പോൾ അത് കളഞ്ഞു. പിന്നെ നമുക്ക് എന്താ? 6ന്റെ നോക്കിയേ, പിന്നെ നമുക്ക് എന്ത് കിട്ടും? കിട്ടൂടെ? 2 × 3, 2ഉം 3യും 2 × 3 6 ആണല്ലോ. 2 × 3 6 ആണ്. കിട്ടി. ഒരു പോർഷൻ കഴിഞ്ഞു, ഒരു കടമ്പ കഴിഞ്ഞു. ഇനി നോക്കിയേ, 2 + 3 5. പക്ഷെ നമുക്ക് 5 ആണോ വേണ്ടേ? അല്ല, -5 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കിട്ടില്ല. പക്ഷെ കുറച്ച് മാറ്റം വരുത്തിയാൽ നമുക്ക് ഇതിലേക്ക് എത്താൻ പറ്റും. ഒന്നുകൂടെ നോക്കി, ഞാൻ -2ഉം -3യും എടുത്തു. -2 × -3 6 ആണല്ലോ. -2 പ്ലസ് ആണല്ലോ, 6 ആണല്ലോ. നോക്കി, -2 പ്ലസ് -2 പ്ലസ് -3 എന്ത് കിട്ടൂടെ? -5 അല്ലേ. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് എന്താ? നമ്മുടെ റൂട്ട്സ് എന്താ? റൂട്ട്സ് ആയില്ല, നമ്പേഴ്സ് എന്താ? -2ഉം -3യും. ക്ലിയർ ആണോ? -2ഉം -3യും. ഇനി നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഈ സൈൻസ് മാറ്റാം. നമുക്കിവിടെ എന്താ? -2ഉം -3യും അല്ലേ? -2ഉം -3യും അല്ലേ രണ്ട് നമ്പേഴ്സ് കിട്ടിയത്. ഇതിന്റെ സൈൻ മാറ്റുക. മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക, പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക. നേരെ ഇൻവേഴ്സ് ചെയ്യുക, തിരിക്കുക. ഇവിടെ രണ്ടും മൈനസ് അല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും പ്ലസ് ആക്കണം. അതായത് 2 and 3. കഴിഞ്ഞില്ല. എന്നിട്ട് എന്ത് ചെയ്യുക? എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഉണ്ട്. എക്സ് സ്ക്വയറിന്റെ കൂടെ ഏത് നമ്പറാണോ കിടക്കുന്നത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ 1 അല്ലേ, ഡിവൈഡ് ബൈ 1. 2 ഡിവൈഡ് ബൈ 1 2, 3 ഡിവൈഡ് ബൈ 1 3. ഇത് 1 ആയതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നമില്ല. പക്ഷേ ഇത് സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ചിരിക്കണം, മറക്കരുത്. എന്ന് വെച്ചാൽ എന്താ? ഈ കോഎഫിഷ്യന്റ് കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കണം. എക്സ് സ്ക്വയറിന്റെ കൂടെ കിടക്കുന്ന വാല്യൂ കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കണം. 2ഉം 3യുമായി എന്ത്? നമ്മുടെ രണ്ട് റൂട്ട്സ്. ഇപ്പോൾ റൂട്ട്സ് എന്തൊക്കെയാണ്? 2 and 3. ഇനി ഇത് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? റൂട്ട്സ് സെയിം അല്ലേ, കോമൺ റൂട്ട് അല്ലേ. ഇതുകൊണ്ട് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കണം. നോക്കിയേ, എങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കണം? എങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കണം? ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുത്ത് എഴുതുകയാണേ. 2x സ്ക്വയർ -kx പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0. ആദ്യത്തെ 2 കൊണ്ടുവന്ന് ഈ എക്സിനൊക്കെ കൊടുത്ത് നോക്കി. അപ്പോൾ എന്ത് കിട്ടും? ഫസ്റ്റ് കേസ് എക്സിന് 2 കൊടുക്കുക. ആൻസർ എന്തെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കാം. എക്സിന് 2 കൊടുക്കുക. നോക്കി, 2 × 2 സ്ക്വയർ മൈനസ് k × 2 പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0. 2 × 2 സ്ക്വയർ എന്താ? 4. 4 × 2 എന്താ? 8 മൈനസ് 2k പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0. ക്ലിയർ ആണോ? എന്ത് കിട്ടും നമുക്ക്? 8 + 6 എന്താ?
8 പ്ലസ് 6 14 അല്ലേ? -2k ഈക്വൽ ടു 2k പ്ലസ് 14 ഈക്വൽ ടു 0. എന്ത് ചെയ്യും? ഈ 14 അപ്പുറത്ത് പോയാൽ എന്താണ്? -2k ഈക്വൽ ടു -14. ഈ മൈനസ് രണ്ടിടത്തേയും കട്ടായി പോകുമല്ലോ. അപ്പോൾ k എന്ത് കിട്ടും? 14/2 ഈക്വൽ ടു 7. ആൻസർ ഉണ്ടോ ഓപ്ഷനിൽ? ആൻസർ ഉണ്ട്. ഈ ആൻസർ ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്തേനെ? നമ്മൾ 3യുടെ വാല്യൂ ഇട്ട് കൊടുത്ത് ഇതേപോലെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വന്നേനെ. ഭാഗ്യത്തിന് നമുക്ക് എന്താ ഫസ്റ്റ് ഇട്ട് കൊടുത്തപ്പോഴേ നമുക്ക് എന്ത് കിട്ടി? വാല്യൂ കിട്ടി. അപ്പോൾ ഇവിടെ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ. നല്ല മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ എല്ലാവരും ഒന്ന് പേടിക്കുന്നതാണ്. പേടിക്കരുത്. പേടിക്കാതെ എന്ത് ചെയ്യുക? മടിച്ചു നിൽക്കാതെ കടന്നു വരിക, ആൻസർ ചെയ്യുക. ഈ രീതി തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഒരു പ്രശ്നവും ഇല്ല. ഈ റൂട്ട് കണ്ടുപിടിക്കാൻ ഒന്നുകിൽ നിങ്ങൾക്ക് ഇതെല്ലാം മറന്നു പോയെങ്കിൽ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. രണ്ട് റൂട്ട്സ് കിട്ടും. ഒരു പ്ലസിനും ഒരു മൈനസിനും ഒരു റൂട്ട് കിട്ടും. അതും പ്രശ്നമൊന്നുമില്ല. പക്ഷേ കുറച്ച് സമയം എടുക്കും. നിങ്ങൾ ആ മെത്തേഡാണ് ഫോളോ ചെയ്തെങ്കിൽ ഒരു പ്രശ്നമില്ല. അത് തന്നെ ഫോളോ ചെയ്യണം. വേറെ മാറ്റാൻ നിൽക്കരുത്. ക്ലിയർ ആണോ? പുതിയ മെത്തേഡിലേക്ക് പോകാൻ നിൽക്കരുത്. ആ മെത്തേഡ് ഫോളോ ചെയ്ത് സ്പീഡ് ഇൻക്രീസ് ചെയ്യുക മാത്രം ചെയ്യുക. ക്ലിയർ ആണോ? അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സെഷൻ എൻഡ് ചെയ്യാൻ ടൈമായി. ഇപ്പോൾ NTPC ഗ്രാജുവേറ്റ് എഴുതുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. ഈ ഒരു സെഷൻ കാണുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ ഒരു എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അവർക്കും അയച്ചു കൊടുക്കുക. ക്ലിയർ ആണോ? അപ്പോൾ എന്ത് ചെയ്യുക? കമൻറ്റിലൂടെ നിങ്ങളുടെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് മക്കളെ. എല്ലാവരും നല്ലോണം പോയി എക്സാം എഴുതി നല്ല രീതിയിൽ സ്കോർ ചെയ്യുക കേട്ടോ. പേടിക്കൊന്നും വേണ്ട.